നിശബ്ദത. സങ്കടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ചു വന്നവര് നിശബ്ദരായി. യേശുവിന്റെ ശിഷ്യന്മാര്, കൂടെയുള്ള ജനാവലി എല്ലാവരും നിശബ്ദരായിട്ട് ഇങ്ങനെ യേശുവിനെ നോക്കുക. യേശു തന്റെ കരം സാവധാനം ആ ശവമഞ്ചത്തിലേക്ക് നീട്ടി ആ യോവാബിനെ തൊട്ടു. ആ കരുണാർദ്രമായ കരത്തിൽ നിന്ന് മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള ശക്തി ഒഴുകുക. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. മരണത്തിന്റെ മേൽ അധികാരമുള്ളവനായ ജീവന്റെ ഉടയവനായ യേശു ഇപ്രകാരം കൽപ്പിച്ചു, യുവാവേ എഴുന്നേൽക്കുക. ആ യുവാവിന്റെ മേൽ ജീവൻ വന്നു, ആത്മാവ് വന്നു, കർത്താവിന്റെ ശക്തി ഇറങ്ങി. ആ യുവാവ് എഴുന്നേറ്റിരിക്കുകയാണ്. യേശു ദൈവമാണ്. യേശു പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. മരണത്തിന്റെ മേൽ, ഈ പ്രപഞ്ചത്തിന്റെ മേൽ, എല്ലാ സൃഷ്ടിയുടെ മേൽ യേശുവിന് അധികാരമുണ്ട്. യേശു മരണത്തോട് കൽപ്പിക്കുക, മരണം മാറി നിൽക്കുക. മരിച്ച യുവാവ് എഴുന്നേറ്റു. ആ യുവാവിനെ യേശു കൈകളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആ അമ്മയുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആ വിധവയായ അമ്മ വീട്ടിൽ നിന്ന് മൃതശരീരം എടുക്കുമ്പോൾ യേശുവിനെ ഇങ്ങനെ വഴിയിൽ വെച്ച് കാണുമെന്നും തന്റെ മകനെ ഉയർപ്പിച്ച് യേശു തരുമെന്നുമെന്നും ഒരു സ്വപ്നം പോലും അവൾ കണ്ടിട്ടില്ല. ആ ജനക്കൂട്ടം കണ്ടിട്ടില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരും. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അവൻ താമസിക്കത്തില്ല. കൃത്യ സമയത്ത് തന്നെ അവൻ നമ്മുടെ എല്ലാ ജീവിത ആവശ്യങ്ങളിലേക്കും കടന്നു വരും. അതാണ് കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. അവൻ താമസിക്കത്തില്ല, കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, വഴിയിൽ തള്ളിക്കളഞ്ഞിട്ട് പോകത്തില്ല. നമ്മളെ അവൻ ലക്ഷ്യത്തിലെത്തും. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ആവശ്യങ്ങളിലും കൃത്യ സമയത്ത് യേശുവിന്റെ ഇടപെടൽ ഉണ്ടാവും. ഹല്ലേലൂയ. ആ അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന. പ്രതീക്ഷിക്കാത്തതിന്റെ അപ്പുറം, മനസ്സിൽ ആലോചിക്കാൻ പോലും ഒരവസരം ഉണ്ടായില്ല. അതിന്റെ അപ്പുറമായിട്ട് ആ അമ്മയുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു. ആ മകനെ ജീവനോടെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അമ്മ മകനെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. മകന്റെ കവിളിൽ സ്നേഹത്തോടെ ചുംബിച്ചിട്ടുണ്ട്. ജീവൻ തിരിച്ചിട്ടിയ മകൻ അമ്മയെ കെട്ടിപ്പിടുന്നു. അവൻ വീണ്ടും ജീവനിലേക്ക് മടങ്ങി വരികയാണ്. അവിടെ ഉണ്ടായതെല്ലാവരും ദൈവത്തെ ആർത്ത് സ്തുതിച്ച് മഹത്വപ്പെടുത്തി. ഇതുപോലെ ഒരു അത്ഭുത സൗഖ്യം നമ്മൾ കാണാൻ പോവുക. വെന്റിലേറ്ററിൽ കിടന്ന പ്രമോദ്, തലയ്ക്ക് ക്ഷതമേറ്റ് ദിവസങ്ങളായിട്ട് കിടന്ന പ്രമോദ് എന്ന യുവാവ്. പ്രമോദ് ഭാര്യ നമ്മുടെ ധ്യാനം കൂടിയാണ് ഒരു കുഞ്ഞിനെ കഥ കൊടുത്തത്. ആശുപത്രിയില് മരണാവസ്ഥ കിടക്കുകയാണ്. ഫോണിൽ വിളിച്ചു. ഞാൻ ഫോണിലൂടെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വെന്റിലേറ്റർ എടുക്കും. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പ്രമോദ് ജീവനിലേക്ക്, സൗഖ്യത്തിലേക്ക് കടന്നു വന്നു. മരണത്തിന്റെ പിടിയിൽ നിന്ന് ആ മകന് യേശു പൂർണ്ണമായ വിടുതൽ കൊടുത്തു. ഈ അത്ഭുത സാക്ഷ്യം എന്ന് കണ്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഓരോ രോഗിയും സുഖപ്പെടുത്തുവാൻ എന്റെ യേശുവിന് ശക്തിയുണ്ട്, അവന് അധികാരമുണ്ട്. നമുക്ക് ഈ വലിയ സാക്ഷ്യം കണ്ട് യേശുവിന് മഹത്വം കൊടുക്കാം. ആമേൻ.